ഇന്നൊരു ചെറിയ വിഷു റീക്യാപ്പാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ കൂടെ ആഘോഷിച്ച ഇക്കൊല്ലത്തെ വിഷു. അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു കുറച്ചധികം സ്പെഷ്യലാണ്. എൻ്റെ മോളുടെ ഫസ്റ്റ് വിഷുവാണ്. അത് നാട്ടിൽ തന്നെ എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ തലേന്ന് തന്നെ വിഷുക്കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ലുലുവിൽ പോയി. സൂചി കുത്താൻ ഇടമുണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. കണ്ടില്ലേ, ട്രോളി വെക്കാൻ വരെ ക്യൂ നിൽക്കുകയാണ്. അല്ലെങ്കിലും തലേന്ന് പോകുമ്പോൾ തിരക്കുണ്ടാവുമല്ലോ, സ്വാഭാവികം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കണ്ണനായി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം, അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കുക. അതൊക്കെ കഴിഞ്ഞ് കണി ഒരുക്കി കിടന്നുറങ്ങി. രാവിലെ അമ്മ തന്നെ വിളിച്ച് കണിയെല്ലാം കാണിച്ചു. നാട്ടിലുള്ളപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, അമ്മയാണ് കണി കാണിക്കുന്നത്. ഈ കൊല്ലം മക്കളെയും അമ്മ തന്നെ കണി കാണിച്ചു. അപ്പോൾ കണി കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൈനീട്ടം വാങ്ങിക്കുകയാണല്ലോ. എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൈനീട്ടവും വാങ്ങിച്ചു. അദ്വൈ പിന്നെ ഒരു പേഴ്സുമായിട്ട് നടപ്പുണ്ടായിരുന്നു കൈനീട്ടം കളക്ട് ചെയ്യാൻ. അവനിതൊക്കെ ഒരു സന്തോഷം. അന്നത്തെ അടുത്ത സ്പെഷ്യൽ വിഷു സദ്യയായിരുന്നു. ഒരുപാട് കറികളൊക്കെ ഉള്ള ഒരു കലക്കൻ സദ്യ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നു. പൈനാപ്പിൾ പുളിശ്ശേരി, ബീറ്റ്റൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, പരിപ്പ് കറി, നാരങ്ങാക്കറി, ഇഞ്ചിപ്പുളി, അവിയൽ, സാമ്പാർ, അങ്ങനെ ഒരുപാട് കറികളുള്ളൊരു സദ്യ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിന് ഞാനങ്ങ് ഓസ്ട്രിയയിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വക ഒരു കുട്ടി സദ്യ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനാണെന്ന് തോന്നുന്നു അമ്മ ഒരുപാട് കറികളായിട്ട് ഒരു അടിപൊളി സദ്യ ഇപ്രാവശ്യം ഉണ്ടാക്കി തന്നു. പിന്നെ മോൾക്ക് കൊടുക്കാൻ പൊടിയരി കഞ്ഞിയാണ്. അവൾക്ക് ഉപ്പൊന്നും കൊടുത്ത് തുടങ്ങാത്തതുകൊണ്ട് പൊടിയരി കഞ്ഞിയിൽ ഒതുക്കി. അപ്പോൾ ഞങ്ങൾ കൊല്ലക്കാർക്ക് ഒഴിച്ചുപരിപ്പില്ലാതെ ഒരു സദ്യ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പരിപ്പ് കറിയിലേക്ക് നെയ്യ് ഒഴിച്ചാണ് ഞങ്ങൾ സദ്യ തുടങ്ങുക. അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ നല്ല കുശാലാക്കി. അടുത്തത് സദ്യ കഴിഞ്ഞുള്ള മധുരം എൻ്റെ വക പയറുപരിപ്പ് പായസം. നല്ല സ്റ്റൈലൻ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അദ്വൈയെ സന്തോഷിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും കൂടെ കുറച്ച് പൂത്തിരിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പൂത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇതുപോലുള്ള സന്തോഷങ്ങൾ എന്നും മനസ്സിലുണ്ടാവുമല്ലോ. നാടും വീടും ഒക്കെ മിസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നല്ല ഓർമ്മകളല്ലേ നമുക്കുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ സെഷൻസ്. അങ്ങനെ ഞങ്ങൾ ഇക്കൊല്ലത്തെ വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചു.